നമ്മുടെ വീടുകളിലൊക്കെ പുളിശ്ശേരി തയ്യാറാക്കാറുണ്ട്. ഇന്ന് ഏത്തപ്പഴം ഉപയോഗിച്ച് നല്ലൊരു പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. പുളിശ്ശേരി തയ്യാറാക്കുന്നതിന് നമ്മൾ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ഗ്ലാസ് വെള്ളവും കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. പഴവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ വെള്ളമൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സൊക്കെ ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ മൂടി ഇരിക്കട്ടെ. നമുക്ക് അത് താഴെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അരപ്പ് കൂട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു 7 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു കുരുമുളകാണെങ്കിൽ 4-5 മണി കുരുമുളക്, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണെങ്കിലും മതി. ഇനി നമുക്ക് നന്നായിട്ട് നിന്ന് അരച്ചെടുക്കണം. അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കരുത്. കുറച്ച് വെള്ളം ചേർത്ത ശേഷം മാത്രമേ നമ്മൾ അരച്ചെടുക്കണം. എന്നാലും നന്നായിട്ട് ഫൈനായിട്ട് പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. പഴം വേവാൻ വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കും തുറന്ന് നോക്കിയിരുന്നു. ഇനി നമുക്ക് തുറന്ന് നോക്കി ഒന്ന് വെന്ത് നോക്കാം. നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചുകൊണ്ട് വന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പേസ്റ്റ് ഒരു നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം വെള്ളം ഈ ജാറിൽ ഒഴിച്ച് നമുക്ക് അതൊക്കെ ഒന്ന് കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് നന്നായിട്ട് വെന്ത് ആ പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്കൊന്ന് തിളക്കാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നോട്ടെ. തിളച്ച് വരുന്ന നന്നായിട്ട് പച്ചമണമൊക്കെ മാറണം. അപ്പോൾ ആ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് തൈര് ഒന്ന് ഉടച്ചെടുക്കാം. ഇവിടെ 500 ഗ്രാം തൈരാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ കട്ട തൈര് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. അപ്പം പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ 1 സ്പൂണൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ആ കട്ടയൊക്കെ ഉടച്ച ശേഷമാണ് നമ്മൾ ഈ കറിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ചെറുതായിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി മിക്സിയിലൊക്കെ ഇടുവാണെങ്കിൽ ഒരുപാട് അങ്ങ് കറക്കരുത്, കാരണം അത് മോര് പോലെ ആയിപ്പോവും. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്ത ശേഷം തിളയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഒരുപാട് തിളച്ച് പോയ സമയത്ത് ചിലപ്പോൾ പിരിഞ്ഞു പോകും. പിന്നെ മഞ്ഞളൊക്കെ ചേർക്കുന്ന സമയത്ത് ഒരുപാട് മഞ്ഞൾ കൂടുതലിടരുത്. മഞ്ഞൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മഞ്ഞളിൻ്റെ ഒരു കുത്തലൊക്കെ ഉണ്ടാവും. 1/4 ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മൾ വേവിച്ച സമയത്ത്, പഴം വേവിച്ച സമയത്ത് നമ്മൾ മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. നമുക്ക് ഇതിലേക്ക് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എരിവും പുളിയൊക്കെ ഒന്ന് ക്രമീകരിക്കുന്നതിന് വേണ്ടി. ശർക്കര ആണെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പുളിശ്ശേരിക്കൊരു മധുരവും ചെറിയൊരു പുളി എല്ലാം കൂടി ചേർന്നാണല്ലോ അല്ലേ. ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കറി. ഇനി നമുക്ക് മാറ്റി വെച്ച ശേഷം താളിച്ചിടാം. അപ്പം നമ്മുടെ കാളനോടെ റെഡിയാവും. താളിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ 4 അല്ലി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് താളിച്ച് ആ ചൂടോടുകൂടി തന്നെ കറിയിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. താളിച്ചൊഴിച്ച ഉടനെ നമ്മൾ കറി ഇളക്കരുത്. ഒരു 5 മിനിറ്റോ നമ്മൾ കറി ഒന്ന് മൂടി വെക്കാം. നേന്ത്രപ്പഴം പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മുടെ വീടുകളിൽ മാമ്പഴ പുളിശ്ശേരിയാണ് തയ്യാറാക്കാറുള്ളത്. മാമ്പഴം ഇല്ലെങ്കിൽ പോലും ഒരു പഴം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിച്ചിട്ട് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.